തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന നവചണ്ഡികായാഗം ഡിസംബർ 7-8 തീയതികളിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടിക നേതൃത്വം നൽകും. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയുടെ നേതൃത്വത്തിൽ നവചണ്ഡികായാഗം നടക്കും. ഡിസംബർ 7-8 തീയതികളിലാണ് യാഗം നടക്കുന്നത്. ക്ഷേത്രത്തിനും ക്ഷേത്രേശന്മാർക്കും സമൂഹത്തിനും ശ്രേയസ് പ്രദാനം ചെയ്യുന്നതിനാണ് യാഗങ്ങൾ നടത്തിവരുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്നത് നവചണ്ഡിക യാഗമാണ്. ഒരു 3 ദിവസമാണ് അതിൻ്റെ ചടങ്ങുകൾ വരിക. ആദ്യത്തെ ദിവസം വന്നു ആചാര്യന്മാർ 5 പേരുണ്ടാവും. വന്ന് 5:30 മണിക്ക് നമുക്ക് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. എന്തിനാണ് ഈ നവചണ്ഡിക യാഗം നടത്തുന്നത്? ക്ഷേത്രത്തിനും ക്ഷേത്രേശന്മാർക്കും സമൂഹത്തിനും ശ്രേയസ്സിന് വേണ്ടി നടത്തുന്ന ഈ യാഗത്തിന് എന്തെല്ലാം വേണം, എന്തൊക്കെ വേണമെന്ന് എല്ലാവരും കൂടി മഹാസങ്കല്പം ചെയ്യും. ഈ സങ്കല്പത്തിനാണ് ഓരോ കർമ്മത്തിലും പ്രാധാന്യമിരിക്കുന്നത്. ചണ്ഡികായാഗത്തിന്റെ പ്രാധാന്യം സർവബാധ പ്രശ്നം, ദുരിത നിവാരണം, സർവമംഗളപ്രാപ്തി, അഭിഷ്ടസിദ്ധി, ആപത്ത് നിവാരണം എന്നിവയാണെന്ന് സംഘാടകരായ മേൽശാന്തി ഷാജി മൂകാംബിക, EN മണി, VR സുഗതൻ, വിമൽ ഗോപി, ഹരീഷ് തങ്കപ്പൻ എന്നിവർ പറഞ്ഞു. ഒറ്റ ശ്രീകോവിൽ 3 പ്രതീക്ഷയാണുള്ളത്. ഒന്ന് വടക്കൻചുവ പകുതി, രക്തചാമുണ്ടി, കൊടുങ്കാട് എന്ന ഈ 3 പ്രതീക്ഷയാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് അതിപുരാതന കാലത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച കോവലം ടൗണിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തങ്കളം ക്ഷേത്രത്തിൽ ഈ വർഷം ഡിസംബർ മാസം 2024 7-8 എന്ന തീയതികളിൽ കേരളത്തിൽ അപൂർവമായി നടക്കുന്ന നവചണ്ഡിക യാഗം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.